മലയാളികൾക്ക് എല്ലാം ഇഷ്ടമുള്ള, അന്നും ഇഷ്ടമുള്ള ഇന്നും ഇഷ്ടമുള്ള ഷീലയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഷീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ അഭിമാനിക്കാം, തൃശ്ശൂർകാർക്ക് വീണ്ടും അഭിമാനിക്കാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷീലയുടെ ജനിച്ച സ്ഥലം തൃശ്ശൂരാണ്. തൃശ്ശൂരിലെ കണിമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷീലയുടെ ജന്മം. അപ്പോൾ 1945 ആണ് മാർച്ച് 25 നമ്മുടെ ഷീല ജനിച്ചത്. ഷീലയുടെ പേര് പള്ളിയിൽ ടൗൺ ക്ലാര എന്നാണ്. സിനിമയിലേക്ക് വേണ്ടിയിട്ടാണ് അത് ഷീലയാക്കി മാറ്റിയത്. അപ്പോൾ ഷീലയുടെ അച്ഛൻ ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അതുകൊണ്ട് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ജോലികൾ ഇങ്ങനെ മാറി മാറി പോകുമ്പോൾ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ മാറി മാറി താമസിക്കുന്ന കാരണം ഷീലയ്ക്ക് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. വെറും 10ാം ക്ലാസ് മാത്രം പഠിപ്പുള്ളൂ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു നാടകത്തിൽ ഷീലയുടെ നാടകം കണ്ടിട്ടാണ് ഒരു തമിഴ് സിനിമയിലേക്ക് വിളിച്ചത്. അങ്ങനെ തമിഴ് സിനിമയിലെ കൂടെയാണ് അരങ്ങേറ്റം. ആ തമിഴ് സിനിമയിലെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ പി ഭാസ്കരൻ എന്നാണ് ഷീലേനെ സ്റ്റുഡിയോയിൽ വെച്ച് കണ്ടിട്ട് നമ്മുടെ മലയാള ചിത്രത്തിലേക്ക് ക്ഷണിക്കുന്നത്. അത് ആ മലയാള ചിത്രത്തിൽ അഭിനയിച്ചു, അത് ഹിറ്റായി. പിന്നെ തമിഴ്, തെലുങ്ക്, കന്നഡ, അതുപോലെ തന്നെ നസീറിൻ്റെ കൂടെ 107 പടങ്ങളിൽ അഭിനയിച്ചിട്ട് ഗിന്നസ് റെക്കോർഡ് വാങ്ങിച്ചതാണ്. നായികയായി അഭിനയിച്ചിട്ട് ഗിന്നസ് റെക്കോർഡ് വാങ്ങിച്ചതാണ്. പിന്നെയും സിനിമകളിൽ അഭിനയിച്ചതന്നെ. പക്ഷെ എന്ത് ചെയ്യാം, ഷീലയ്ക്ക് പ്രേംനസീറിനോടൊരു പ്രേമം. അവർ ഭയങ്കരമായിട്ട് നസീറിനെ സ്നേഹിച്ചു. അങ്ങനെ ലാസ്റ്റ് എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഷീലേനെ തേച്ചു. നസീറിന് കുടുംബം വിട്ടൊരു കളിയില്ലായിരുന്നു. അതോടുകൂടി ഷീലയും നസീറും തമ്മിൽ ഭയങ്കര എതിരായി. ഷീല പറഞ്ഞു, ഞാൻ ഒരിക്കലും പ്രേംനസീറിൻ്റെ കൂടെ അഭിനയിക്കില്ല എന്നുള്ളത് ശബ്ദം ചെയ്തു. അതിനുശേഷം അഭിനയിച്ചിട്ടുമില്ല. പക്ഷേ അപ്പോൾ നമ്മുടെ രവിചന്ദർ എന്ന് പറഞ്ഞിട്ടൊരു നടനുണ്ട്, തമിഴിലെ സൂപ്പർ സ്റ്റാറാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപാനത്തിൽ കൂടെ അദ്ദേഹത്തിൻ്റെ കരിയർ നഷ്ടപ്പെട്ടു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ചാൻസ് പറഞ്ഞപ്പോൾ മലയാളത്തിലേക്ക് വന്നു. അങ്ങനെയാണ് ഷീലയായിട്ട് പരിചയപ്പെടുന്നതും ഷീലേനെ കല്യാണം കഴിക്കുന്നതും. അതിൽ ഒരു മകനുണ്ട്. പക്ഷേ ഈ നമ്മുടെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ രവിചന്ദറിന് മദ്രാസിൽ വേറൊരു ഭാര്യയും കുട്ടികളുണ്ട്. അവർ 3 കുട്ടികളുണ്ട്. അതിനെ ഡൈവേഴ്സ് ചെയ്തിട്ടാണ് ഷീലേനെ കല്യാണം കഴിച്ചത്. ഷീലേനെ കല്യാണം കഴിച്ചാൽ ഒരു മകനുണ്ട്, വിഷ്ണു. വിഷ്ണു ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ആ സിനിമയൊന്നും രക്ഷപ്പെട്ടില്ല, വിഷ്ണു രക്ഷപ്പെട്ടില്ല. ഇപ്പോൾ ബിസിനസ്സായിട്ട് ചെന്നൈയിലുണ്ട്. ഷീലയും മകൻ്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഷീല എപ്പോഴും പറയും, നമ്മുടെ എത്രയോ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നു, എൻ്റെ വിവാഹ ജീവിതങ്ങളൊരു പരാജയമായല്ലോ എന്ന് എപ്പോഴും പറയും. ഷീല 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. 2ാമത്തെ കല്യാണമാണ് രവിചന്ദ്രനായിട്ട് കഴിച്ചത്.